ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ എക്സാമിനേഷൻ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഡൽ എക്സാമിനേഷനും പബ്ലിക് എക്സാമിനേഷനും ഒക്കെ എഴുതാൻ എല്ലാവരും തയ്യാറായി നിൽക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നമുക്ക് വെയിറ്റേജ് ഒക്കെ അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ഫിസിക്സ് അങ്ങ് പഠിച്ചാലോ. നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം അല്ലേ. ആദ്യത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡാണ് നമ്മൾ എടുക്കുന്നത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആകെ ടോട്ടൽ ആ ചാപ്റ്ററിൽ നിന്നും 9 മാർക്കിനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ദെൻ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മാർക്കിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ 3 മാർക്കിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 8 മാർക്കാണ്. ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സേ എക്സാമിന് ഒന്ന് തിരിച്ചാണ് ചോദിച്ചത്. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ നിന്നും 9 മാർക്കും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ നിന്നും 8 മാർക്കുമാണ് ചോദിച്ചത്. സാധാരണഗതിയിൽ ആ 2 ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ആദ്യത്തെ ചാപ്റ്റർ 9 മാർക്കും രണ്ടാമത്തെ ചാപ്റ്റർ 8 മാർക്കുമാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടോട്ടലി 6 മാർക്കിനായിരിക്കും ആ ചാപ്റ്റർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററായ നമ്മുടെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസമാണ്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസിൽ 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടോട്ടലി 8 മാർക്കിനായിരിക്കും ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉറപ്പായും അവിടെ ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ബയോട്ട് സവാർഡ് ലോയുടെ ആപ്ലിക്കേഷനാണ്. അതിനുശേഷം വരുന്ന 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 3 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 5 മാർക്കാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 4 മാർക്കിന് ക്വസ്റ്റ്യൻ, ടോട്ടലി 5 മാർക്കാണ് അതിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത്. മക്കളെ, 7ാമത്തെ ചാപ്റ്ററായ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമ്മളോട് ചോദിക്കുന്നത് 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടോട്ടലി 7 മാർക്കാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അടുത്ത ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററാണ്. 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടോട്ടലി 3 മാർക്കാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇതിന് അടുത്ത ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഏവരെയും കാത്തിരിക്കുന്ന +2 ഫിസിക്സിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററായ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടോട്ടലി 10 മാർക്കിനാണ് ആ ചാപ്റ്ററിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ അല്ലേ. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വേവ് ഒപ്റ്റിക്സിൽ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ആ 3 മാർക്കിലാണ് നമ്മുടെ ലോ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ നമ്മളോട് ചോദിക്കുന്ന ഡെറിവേഷൻ ചോദിക്കുന്നത്. അപ്പോൾ ടോട്ടലി അവിടെ 5 മാർക്കാണ് വേവ് ഒപ്റ്റിക്സിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. വേവ് ഒപ്റ്റിക്സ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആണ്. ഇനിയുള്ള ചാപ്റ്ററൊക്കെ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററാണ് അല്ലേ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനകത്ത് 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് 3 മാർക്കാണ്. ദെൻ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ആറ്റമാണ്. ആറ്റംസിൽ നിന്ന് 1 മാർക്കിന് ക്വസ്റ്റ്യൻ, 2 മാർക്കിന് ക്വസ്റ്റ്യൻ, ടോട്ടലി 3 മാർക്കാണ്. അറ്റംസ് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയ ആണ്. ന്യൂക്ലിയക്കകത്തും സെയിം പാറ്റേൺ തന്നെയാണ്. 1 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ടോട്ടലി 3 മാർക്കാണ് ന്യൂക്ലിയക്കകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ചാപ്റ്ററായ നമ്മുടെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആണ്. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നത് 3 മാർക്കിൻ്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഈ തരത്തിലാണ് നമ്മുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റേജ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. റേ ഒപ്റ്റിക്സിനാണ് ഏറ്റവും വെയിറ്റേജ് കൂടുതൽ. അത് കഴിഞ്ഞ് വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ്, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇതാണ് കുറച്ചുകൂടെ വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ. ഏറ്റവും കുഞ്ഞ് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് അവസാനത്തെ മോഡേൺ ഫിസിക്സ് തന്നെയാണ്. എവിടെയാണ് ആറ്റം, ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ, സെമി കണ്ടക്ടർ എല്ലാം 3 മാർക്കിന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ വെയിറ്റേജ് അനുസരിച്ച് എല്ലാവരും വ്യക്തമായി എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ മക്കളെ, ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലെല്ലാം ആക്റ്റീവ് ആയിരിക്കും. എല്ലാ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമുക്ക് ഉഷാറായിട്ട് ഒരുമിച്ച് ഇരുന്നുകൊണ്ട് +2 ഫിസിക്സിൽ മുഴുവൻ മാർക്കും അടിച്ചെടുക്കാം മക്കളെ.